ഗുഡ് മോർണിംഗ്. ഇഷ്യൂ ഓഫ് ഷെയർസിൻ്റെ അകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. നമ്മൾ ഇതുവരെ നോക്കിയതിൻ്റെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഇതിൽ വരുന്നുണ്ട്. സാധാരണ ജേണൽ എൻട്രീസ് തന്നെയാണ്, അതിൻ്റെ അകത്ത് ചെറിയൊരു വേരിയേഷൻസ് മാത്രമേ വരുന്നുള്ളൂ. നോക്കാം, ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കുക. A Limited issued 10,000 equity shares of ₹10 each at a premium of ₹3 per share. Payable as follows. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താ? A Limited issued 10,000 equity shares. 10,000 equity shares 10 ആണ്. പ്രീമിയം 3 ആണ്. അപ്പോൾ ഷെയറിൻ്റെ വില 13 ആയിരിക്കും. അപ്ലിക്കേഷൻസ് 4, അലോട്ട്മെൻറ്റ് 5, ഫസ്റ്റ് കോള് 4. അപ്പോൾ എത്ര വരും? 13 വരും. അതിൻ്റെ അകത്ത് അലോട്ട്മെൻറ്റിലാണ് പ്രീമിയം കളക്ട് ചെയ്യുന്നത്. സെക്യൂരിറ്റി പ്രീമിയം കളക്ട് ചെയ്യുന്നത് അലോട്ട്മെൻറ്റിലാണ്. സബ്സ്ക്രിപ്ഷൻസ് വേർ റിസീവ്ഡ് 13,000 ഷെയർസ്. 10,000 ഷെയറേ ഉള്ളൂ. എത്ര കിട്ടി? 13,000 ഷെയർസ്. ദ എക്സസ് മണി വാസ് റീഫണ്ടഡ്. അധികം വരുന്ന എമൗണ്ട് എന്ത് ചെയ്തു? റീഫണ്ട് ചെയ്തു, തിരിച്ചു കൊടുത്തു. ആൻഡ് ദ അലോട്ട്മെൻറ്റ് മണി വാസ് റിസീവ്ഡ് ഇൻ ഫുൾ. ബാക്കിയുള്ള എല്ലാ എമൗണ്ടുകളും കിട്ടി. ദ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ വാസ് മെയ്ഡ് ഇൻ ഡ്യൂ കോഴ്സ് ആൻഡ് ദ എമൗണ്ട് ഡ്യൂ വാസ് റിസീവ്ഡ് വിത്ത് ദ എക്സെപ്ഷൻ 100 ഷെയർസ്. ഒരു 100 ഷെയറിൻ്റെ എമൗണ്ട് മാത്രം കിട്ടിയില്ല. എപ്പോഴാണ് കിട്ടാണ്ടിരിക്കുന്നത്? ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ വിളിച്ചപ്പോൾ 100 ഷെയറിൻ്റെ എമൗണ്ട് കിട്ടിയില്ല, ബാക്കി എല്ലാ എമൗണ്ടുകളും കിട്ടി. ദീസ് ഷെയർസ് വാർ ഫോർഫീറ്റഡ്. പുതിയൊരു ടേമാണ് ഫോർഫീറ്റഡ്. ഫോർഫീറ്റഡ് ഷെയർസ് മീൻസ് ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണി ഓർ കോൾ മണി. ഒരു കമ്പനിയിലേക്ക് അലോട്ട്മെൻറ്റ് മണിയോ കോൾ മണിയോ അടക്കാത്തത് കൊണ്ട് ഷെയറുകൾ ക്യാൻസൽ ചെയ്യുന്നതിനെയാണ് ഫോർഫീറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. വാട്ട് യു മീൻ ബൈ ഫോർഫീറ്റഡ് ഷെയർസ്? ഫോർഫീറ്റഡ് ഷെയർസ് മീൻസ് ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ആണ്. അപ്പോൾ നമ്മളൊരു 100 ഷെയർ എന്ത് ചെയ്തു? ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചു. നമ്മൾ അപ്ലിക്കേഷൻ എമൗണ്ട് അടച്ചു, അലോട്ട്മെൻറ്റ് മണിയും കോൾ മണിയും അടച്ചില്ല. അങ്ങനെയാണെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? നമ്മുടെ ഷെയറുകൾ ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞാൽ ഫോർഫീറ്റ് ചെയ്യും, ക്യാൻസൽ ചെയ്ത് കളയും. എന്നിട്ട് ആ ഷെയറുകൾ വേറെ ആർക്കെങ്കിലും കൊടുക്കും. ഇവിടെ അത് തന്നെയാണ്. 100 ഷെയർ എന്ത് ചെയ്തു? ഒരാൾ അടച്ചില്ല. അടക്കാത്തത് കാരണം ആ ഷെയറുകൾ ഫോർഫീറ്റ് ചെയ്തു. എന്നിട്ട് സബ്സീക്വൻ്റ്ലി റീഇഷ്യൂഡ്. എന്നിട്ട് എന്ത് ചെയ്തു? 8 രൂപയ്ക്ക് വേറെ ആൾക്ക് റീഇഷ്യൂ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രീസുകളാണ് നോക്കുന്നത്. സാധാരണ വരുന്ന ജേണൽ എൻട്രീസ്: അപ്ലിക്കേഷൻ മണി കിട്ടുന്നു, ക്യാപിറ്റലിലേക്ക് മാറ്റുന്നു, അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുന്നു, അലോട്ട്മെൻറ്റ് മണി കിട്ടുന്നു, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ ആകുന്നു, അത് കിട്ടുന്നു. കിട്ടുമ്പോൾ 100 ഷെയറിൻ്റെ എമൗണ്ട് കുറച്ച് കാണിക്കണം. എന്നിട്ട് ആ ഷെയറുകൾ റീഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ജേണൽ എൻട്രി കാണിക്കണം, ഫോർഫീറ്റഡ് ചെയ്യുന്നതിൻ്റെ ജേണൽ എൻട്രി കാണിക്കണം, പിന്നെ റീഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ജേണൽ എൻട്രീസുകൾ കാണിക്കണം. അങ്ങനെയാണ് കമ്പനിക്ക് എന്തുണ്ടാവും? ലാഭം ഉണ്ടാകും. കാരണം 100 ഷെയറിൻ്റെ അലോട്ട്മെൻറ്റ് മണി അപ്ലിക്കേഷൻ എമൗണ്ടും അടച്ചിട്ടുണ്ട്. എന്നിട്ട് 8 രൂപയ്ക്കാണ് റീഇഷ്യൂ ചെയ്യുന്നത്. അപ്പം 13 രൂപ കിട്ടിയിട്ടുണ്ടാവും. 8 രൂപയ്ക്കാണ് റീഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേങ്കിൽ അപ്ലിക്കേഷൻ എമൗണ്ടും അലോട്ട്മെൻറ്റ് മണിയും എന്ത് ചെയ്തിട്ടുണ്ട്? അയാൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര കിട്ടിയിട്ടുണ്ടാവും? 9 രൂപ. 9 രൂപേൻ്റെ അകത്ത് 9 രൂപയാണ്. അതിൻ്റെ അകത്ത് പ്രീമിയം 3 കഴിച്ചാൽ ബാക്കി 6 രൂപ. 6 രൂപ കമ്പനിയിലേക്ക് അയാൾ അടച്ചിട്ടുണ്ട് ഒരു ഷെയർ മേൽ. 8 രൂപയ്ക്കാണ് റീഇഷ്യൂ ചെയ്യുന്നത്. 2 രൂപയെ കമ്പനിക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ നഷ്ടം വരുന്നുള്ളൂ. പക്ഷേ 6 രൂപ അയാളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ബാക്കി 4 രൂപ കമ്പനിക്ക് ലാഭമായിരിക്കും. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. നമ്മളതിൻ്റെ ആൻസറിലേക്ക് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വൃത്തിയിൽ എഴുതിയെടുക്കണം. ഓരോന്നും മനസ്സിലാക്കി വെച്ചാൽ ആൻസറും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. നോക്കാം, ആൻസറിലേക്ക് നോക്കാം. ഇവിടെ 10,000 ഷെയർസേ കമ്പനീൻ്റെ കയ്യിലുള്ളൂ.
അപ്പോൾ 10,000 ഇഷ്യൂ ചെയ്തപ്പോൾ എത്ര ആപ്ലിക്കേഷൻസ് കിട്ടി? 13,000 അപേക്ഷ കിട്ടി, ആപ്ലിക്കേഷൻസ് കിട്ടി. അപ്പോൾ 4 പെർ ഷെയർ ആണ്, 4 രൂപയാണ് ആപ്ലിക്കേഷൻ എമൗണ്ട്. 52,000 എവിടത്തേക്ക് വന്നു? ബാങ്കിലേക്ക് വന്നു. ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻസ്. പക്ഷേ കമ്പനീൻ്റെ കയ്യിൽ 10,000 ഷെയർസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്യാപിറ്റലിലേക്ക് എത്രയേ മാറ്റാൻ പറ്റുള്ളൂ? 10,000 എമൗണ്ട് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. 4 ഇൻറ്റു 10,000 40,000 ക്യാപിറ്റലിലേക്ക് മാറ്റി. ബാങ്കിൽ ഷെയർ ആപ്ലിക്കേഷൻ എത്രയായിട്ട് കിട്ടിയിട്ടുണ്ട്? 52,000 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അപ്ഡേറ്റ് ടു ഷെയർ ക്യാപിറ്റൽ, ബാക്കി വരുന്ന എമൗണ്ട് റീഫണ്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ടു ബാങ്ക് വരും. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അപ്ഡേറ്റ് ടു ബാങ്ക്. അപ്പോൾ തിരിച്ചു കൊടുത്തു. ഇനി ഷെയർ അലോട്ട്മെൻറ്റ് ഡ്യൂ ആകുന്നു. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം. 5 രൂപയാണ് എന്ത് വരുന്നത്? ഷെയർ അലോട്ട്മെൻറ്റിലേക്ക് വരുന്നത്. അപ്പോൾ 10,000 ഇൻറ്റു 5 ഷെയർ അലോട്ട്മെൻറ്റ് 50,000 ആണ്. അതിൻ്റെ അകത്ത് 3 രൂപ സെക്യൂരിറ്റി പ്രീമിയമാണ്. അപ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ഷെയർ ക്യാപിറ്റൽ എത്രയേ വരുള്ളൂ? 10,000 5ൻ്റെ അകത്ത് 3 രൂപ സെക്യൂരിറ്റി പ്രീമിയം പോയാൽ ബാക്കി 2 രൂപ ടു ഷെയർ ക്യാപിറ്റൽ എത്ര വരും? 20,000. 10,000 ഇൻറ്റു 20,000 നോക്കാം. 10,000 ഇൻറ്റു 10,000 ഇൻറ്റു 2 ആണ്. അപ്പോൾ എത്ര വരും? 20,000 വരും. ഷെയർ അലോട്ട്മെൻറ്റ് എത്രയാണ്? 10,000 ഇൻറ്റു 5 ആണ് ഷെയർ അലോട്ട്മെൻറ്റ്. സെക്യൂരിറ്റി പ്രീമിയം 3 രൂപയാണ്. അപ്പം 10,000 ഇൻറ്റു 3 വരും. അപ്പം 30,000 വരും. അപ്പം ബാങ്കിലേക്ക് എത്ര വരും? ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ഷെയർ അലോട്ട്മെൻറ്റ് 50,000 തന്നെ വരും. 5 രൂപയാണ് ഷെയർ അലോട്ട്മെൻറ്റ്. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ കിട്ടുന്നുണ്ട് 50,000. 10,000 ഇൻറ്റു 5. ഇനിയാണ് ഫൈനൽ കോൾ എന്ത് ചെയ്യുന്നു? ഡ്യൂ ആകുന്നു. ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് അപ്ഡേറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. 10,000 ഷെയർസ് ആണ്, 4 രൂപയാണ് ഫൈനൽ കോൾ. അപ്പോൾ 40,000 ഡ്യൂ ആകും. ബാങ്കിലേക്ക് എത്ര വരും? ബാങ്കിലേക്ക് 40,000 വരണം. പക്ഷേ 40,000 വരില്ല. കാരണം ഒരാൾ 100 ഷെയറിൻ്റെ ക്യാഷ് അടച്ചിട്ടില്ല, എമൗണ്ട് പേ ചെയ്തിട്ടില്ല. അപ്പോൾ 40,000 100ൻ്റെ ഷെയർ കുറച്ച് കഴിഞ്ഞാൽ 39,600 മാത്രമേ ബാങ്കിലേക്ക് വരുള്ളൂ. ഒരാൾ 100 ഷെയറിൻ്റെ ക്യാഷ് പേ ചെയ്യാത്തത് കൊണ്ട് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ റിസീവ്ഡ് 9,900 ഷെയർസ് മാത്രമേ കിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ്റെ അത് പറയുന്നുണ്ട് 100 ഷെയർ എക്സെപ്റ്റഡ് 100 ഷെയർസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാങ്കിലേക്ക് വരുന്നത് 39,600. ഇനി എന്ത് ചെയ്യുന്നു? ആ ഷെയറുകൾ 100 ഷെയറുകൾ എന്ത് ചെയ്യുന്നു? ഫോർഫീറ്റ് ചെയ്യുന്നു, പിന്നെ റീ ഇഷ്യൂ ചെയ്യുന്നു. അതിൻ്റെ ജേർണൽ എൻട്രിയാണ് അടുത്ത് വരുന്നത്. നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജേർണൽ എൻട്രിയാണ്. 100 ഷെയറുകൾ അടക്കാത്തത് കൊണ്ട് ആ 100 ഷെയറുകൾ ഫോർഫീറ്റ് ചെയ്യുന്നു. മനസ്സിലാക്കി വെക്കാം. ഷെയർ ക്യാപിറ്റൽ ഫോർഫീറ്റർ ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്ത് വരുന്നു? ഡെബിറ്റ് വരുന്നു. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്ഡേറ്റ് ടു അടക്കാത്ത എമൗണ്ട് ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളാണ് വരിക. ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. അയാൾ അടക്കാത്തത് 100 രൂപ, 100 ഷെയറുകൾ 4 രൂപ ഫൈനൽ കോളിൻ്റെ എമൗണ്ടാണ് അടക്കാത്തത്. അപ്പോൾ 400 രൂപ അയാൾ അടച്ചിട്ടില്ല. ടു ഷെയർ ഫോർഫിറ്റഡ്. അയാൾ എത്രയാണോ അടച്ചത് 6 രൂപ അടച്ചിട്ടുണ്ട്. സെക്യൂരിറ്റി പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫോർഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്ഡേറ്റ് ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ടു ഷെയർ ഫോർഫിറ്റഡ്. 600 രൂപ അയാൾ അടച്ചിട്ടുണ്ട്. ആ എമൗണ്ട് ഫോർഫിറ്റ് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു. അയാളുടെ ഷെയറുകൾ ക്യാൻസൽ ചെയ്യുന്നു. ഫോർഫീച്ചർ ഓഫ് 100 ഷെയർസ് ഇൻ വിച്ച് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ വാസ് ഡ്യൂ. അങ്ങനെയാണ് വരിക. ഇവിടെ ഷെയർ ക്യാപിറ്റൽ എത്ര കാണിക്കും? 100 ഇൻറ്റു 10. ഷെയറിൻ്റെ എത്രയാണോ വില അത് എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്ത് കാണിക്കുക. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്ഡേറ്റ് ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ടു ഷെയർ ഫോർഫിറ്റഡ്. ഇത് അടക്കാത്ത എമൗണ്ട് അൺപെയ്ഡ് എമൗണ്ടും ഇത് പെയ്ഡ് എമൗണ്ടുമാണ്. അയാൾ അടച്ചത് 600, അതിൻ്റെ മുകളിൽ കാണിച്ചത് അൺപെയ്ഡ് എമൗണ്ട് 400. ടോട്ടൽ എവിടെ കാണിക്കുക? ഷെയർ ക്യാപിറ്റൽ കാണിക്കുക.
അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ അത് സെക്യൂരിറ്റി പ്രീമിയം റിസർവിലേക്ക് മാറി അത് പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡെബിറ്റ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്ത് ചെയ്തു, ഈ ഷെയറുകൾ റീഇഷ്യൂ ചെയ്തു. അതിൻ്റെ ജേണൽ എൻട്രി ആണ്. റീഇഷ്യൂ ചെയ്യുന്നത് 8 രൂപയ്ക്കാണ് ക്വസ്റ്റിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പം ബാങ്കിൽ എത്ര വരുള്ളൂ, 8 വരുള്ളൂ. 100 × 10 800. അപ്പോൾ 200 കുറവുണ്ട്. ആ കുറവുള്ള എമൗണ്ട് എവിടെ നിന്ന് എടുക്കാം, ഈ ഷെയർ ഫോർഫിറ്റ് എടുന്ന് എടുക്കുക. ഇവിടെ 600 രൂപയുണ്ട്, അതിൻ്റെ അകത്ത് 200 രൂപ എടുത്തു. ടു ഷെയർ ക്യാപിറ്റൽ 1000. ടു ഷെയർ ക്യാപിറ്റൽ എത്ര തന്നെ വന്നു, 100 × 10 വന്നു. 100 × 10 1000 വന്നു. ഇനി ബാക്കി വരുന്ന എമൗണ്ട് ഷെയർ ഫോർഫിറ്റിൻ്റെ അകത്ത് 600 രൂപയുണ്ട്. ഒന്നുകൂടി നോക്കാം. ഷെയർ ഫോർഫിറ്റിൻ്റെ അകത്ത് 600 ഉണ്ട്, അതിൻ്റെ അകത്ത് 200 കുറവുള്ളത് എടുത്തു. ബാക്കി എത്ര, 400 രൂപയുണ്ട്. അത് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് അപ്പ് ടു ക്യാപിറ്റൽ റിസർവ് 400. ഇത്രയാണ് ഇതിൻ്റെ ജേണൽ എൻട്രീസ് വരിക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.